അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി നമ്മുടെ ശോഭ സിറ്റി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ആയ എൻ്റെ കോ ആങ്കറായ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും കൂടി ആയ ശ്രീ വിനോദിനെ ക്ഷണിക്കുന്നു. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ശോഭനം 2025 സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിൻസിയർ അപ്പോളജീസോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഇപ്പം ഞാൻ നമ്പൂതിരിയങ്ങളായിട്ട് സംസാരിക്കുമായിരുന്നു. നമ്മൾ പലരും 8:30-9 മണിക്ക് വന്നിരിക്കുന്നതാണ് ഇവിടെ. നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള ഓണമെല്ലാം നമ്മൾ കൺവെൻഷൻസ് നമ്മുടെ ക്ലബ്ബിൽ തന്നെ നടത്തി. നമ്മളിപ്പോൾ ഈ വർഷം ആദ്യമായിട്ടൊരു മൂവ്മെൻറ്റ് വന്നതാണ്. അതിലിപ്പോൾ കുറച്ച് കുട്ടികളുടെ ഡാൻസാണ് ആദ്യം. കുട്ടികളും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡാൻസ്. അവർ 5:30 തുടങ്ങി രാവിലെ മേക്കപ്പ് തുടങ്ങിയതാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവരുടെ ഒരു താമസം കൊണ്ടാണ് അത് അങ്ങനെ. അവർ അറിയാലോ കുട്ടികളുടെ മേക്കപ്പ് ചെയ്ത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവിച്ചത്. ഇതൊരു ഫാമിലിയാണ്. അപ്പോൾ അതിലുണ്ടായ ഒരു അമർഷം എല്ലാവരും മറക്കണം. അടുത്ത ഒരു 2-3 മണിക്കൂറുകൾ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേയധികം ആർട്ടിസ്റ്റിൻ്റെ വളരെ ഹൃദ്യമായ ഫങ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആ ഒരു ക്ഷമാപണം ഏറ്റെടുത്ത് വളരെ സന്തോഷത്തോടുകൂടെ ഇത് ആസ്വദിക്കണമെന്ന് ആദ്യം വിനീതമായി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിൽ ശോഭ സിറ്റിയെ പറ്റി 2 വാക്കുകൾ 1 മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം വൈകിയതുകൊണ്ട്. ശരിക്കും നമ്മൾ ശോഭ സിറ്റി മലയാളി അസോസിയേഷൻ 2016 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 16-17 കാലഘട്ടത്തിൽ നമ്പൂതിരി അങ്കിളുണ്ട് ഇവിടെ. അറിയാത്തവർക്ക് അങ്കിൾ ഒന്ന് എഴുന്നേറ്റ എല്ലാവർക്കും അറിയാം. നമ്പൂതിരി അങ്കിളിൻ്റെ നിസ്വാർത്ഥമായ സേവനത്തോടുകൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് 15 ഫാമിലീസാണ് അന്ന് നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. 15 ഫാമിലീസ് ചേർന്ന് ഓണം തുടങ്ങി. ആദ്യത്തെ സദ്യയ്ക്ക് 100 പേരുണ്ടാവുമോ എന്നുണ്ട് സംശയിച്ച സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ഏകദേശം 1600 പേരാണ് എബിസു കൺവെൻഷൻ സെൻറ്ററിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണേ. അവിടെ നമുക്ക് മറ്റ് ക്ലബ് ഹൗസിൽ നമ്മൾ ആദ്യം സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. ശോഭ സിറ്റിയിൽ നിന്ന് മാറി പുറത്തൊരിടത്ത് എങ്ങനെയാണ് ഓണം അത്. പക്ഷെ നമുക്ക് സാഹചര്യമില്ല, നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നില വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇവോൾവ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ അത് പക്ഷേ തീർച്ചയായിട്ടും ഇന്നുള്ള കലാപരിപാടികൾ ഇതെല്ലാം വരുമ്പോൾ എല്ലാവരും അത് ആസ്വദിക്കുന്നുള്ളത് വളരെ ഉറപ്പാണ്. രണ്ടാമതായിട്ട് എനിക്കിതിൻ്റെ ലോഗോ നിങ്ങൾ കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്നാലും എല്ലാവരും ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഈ ലോഗോ ഒന്ന് മനസ്സിലാക്കണം. ആ ഫസ്റ്റ് ലോഗോയിൽ ആദ്യത്തെ ഇതെന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും പറയാമോ? ലോഗോയിൽ ആദ്യം ഒരു പക്ഷിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റണത്. ഏത് പക്ഷിയാണത്? SCMA ലോഗോയാണത്. ആ ലോഗോയുടെ ആദ്യത്തേത് ഒരു പക്ഷിയാണ്. ഏത് പക്ഷിയുടെ രൂപമായിട്ടാണ് മാച്ചിങ്? വേഴാമ്പൽ. വേഴാമ്പലിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? വേഴാമ്പലിന്റെ കേരളമായിട്ടുള്ള ബന്ധം എന്താ? കേരളത്തിന്റെ പക്ഷിയാണ് വേഴാമ്പല. അത് കഴിഞ്ഞിട്ട് വള്ളംകളിയില്ലാത്ത വഞ്ചിയില്ലാത്ത ഒരു കേരളത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. തൊട്ടടുത്തത് വഞ്ചിയാണ്. സി സ്റ്റാൻഡ്സ് ഫോർ ആ വഞ്ചിയുടെ എംബ്ലമാണ്. അത് കഴിഞ്ഞിട്ട് കേരനാട്, കേരളം. തെങ്ങില്ലാത്തൊരു കേരളത്തെ പറ്റി വിചാരിക്കാൻ സാധിക്കില്ല. തെങ്ങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണോ ഈ ആദ്യം 3 പറഞ്ഞത് അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആന. ആ ആനയുടെയും കൂടെ എംബ്ലം വന്നു കഴിഞ്ഞപ്പോഴാണ് SCMA. ഞാൻ എന്താ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അത്രമാത്രം ആ ആദ്യം തുടങ്ങിയവരുടെ ആത്മാർത്ഥതയും ആ നിസ്വാർത്ഥമായിട്ടുള്ള ഇതിലും അത്രമാത്രം അബ്സോർബ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഓരോ വർഷവും നമ്മളത് ഓരോരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ടും ഇന്ന് നമുക്കതിന് സാധിക്കുന്നത്. ഇതിൽ നമ്മളൊരു കൾച്ചറൽ അസോസിയേഷന് ഉപരിയായിട്ട് തന്നെ നമ്മൾ പല രീതിയിലും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ശോഭ സിറ്റിയിലുള്ള പല അപ്പെക്സ് ലെവലിലുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ SCMAയുടെ ഒരു സാന്നിധ്യം അത് നമുക്കൊരു ഡിഫറൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. അത് അപ്പെക്സ് ലെവലിലുള്ളവരും അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ 1-2 വ്യക്തികളുടെ ഇതല്ല. ആ SCMAയുടെ ആ മലയാളികളുടെ നമ്മുടെ ആ അസോസിയേഷൻ്റെ ഒത്തൊരുമ കൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത്. നമുക്കത് തുടർന്നും അത് തന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പ്രത്യാശപ്പെടുന്നു. പല സാഹചര്യത്തിൽ ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന പല പ്രോബ്ലംസിലും SCMAയുടെ സാന്നിധ്യം ഒരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻസ് ആണ്. ഇതിൽ 4 മാസത്തോളമായിട്ടുള്ള പ്രിപ്പറേഷനാണ്. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് കഴിഞ്ഞ 4 മാസമായി എല്ലാ ഞായറാഴ്ചയും മീറ്റിംഗ് കൂടി ഇത് ഇന്ന് ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ അത് സാധിച്ചത് അതുകൊണ്ടാണ്.
അതിൽ കഴിഞ്ഞ പ്രാക്ടീസ് ആണെങ്കിൽ 2-3 മാസമായിട്ടുള്ള പ്രാക്ടീസ് അത്രമാത്രം എഫേർട്ട് ഇതിൻ്റെ മുന്നിൽ പോയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രോഗ്രാംസ് എല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ സെക്രട്ടറി KPയുടെ കാര്യമാണ്. KP ശരിക്കും ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു നിലയിലേക്ക് വരുത്താനായിട്ട് ഇപ്പോൾ നമ്പൂതിരി അങ്കിൾ തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഈ ലെവലിലേക്ക് നമുക്ക് വരാനായിട്ട് ഏറ്റവും ACMA താങ്ക്ഫുൾ ആയിരിക്കുന്ന വ്യക്തിയാണ് KP. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലും പേഴ്സണലുമായിട്ടുള്ള ടൈം കഴിഞ്ഞ 1 മാസമായിട്ട് ഇതിലേക്ക് അത്രമാത്രം ഡീപ്ലി ഇൻവോൾവ് ആയിട്ടാണ് ഇത് ചെയ്ത് ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നത്. ബാക്കി എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ECM മെമ്പേഴ്സും അകമഴിഞ്ഞ സപ്പോർട്ട് അദ്ദേഹത്തിന് ചെയ്തു. അതിൻ്റെ ഉപരിയായിട്ട് നമുക്ക് നല്ലൊരു രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി നല്ലൊരു ശോഭനം 2025 വാഗ്ദാനം ചെയ്ത് എല്ലാവർക്കും കൺകുളിരെയുള്ള പ്രോഗ്രാംസും അതും ഇതുമൊക്കെ നല്ല സദ്യ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സദ്യ നമ്മൾ വിനായക കാറ്ററേഴ്സാണ്. അപ്പോൾ ദൈവം സഹായിച്ച എല്ലാം വളരെ ഭംഗിയായി നമ്മളെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഇനി ദൈവാനുഗ്രഹം കൊണ്ട് അതും കൂടെ നമുക്ക് ഭംഗിയാക്കി നല്ലൊരു ശോഭനം 2025 വളരെ സന്തോഷത്തോടെ വളരെ പോസിറ്റിവിറ്റിയോടുകൂടെ നമുക്ക് ഇന്ന് കൂടാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്.